ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഇനി കരകയറും. മനുഷ്യ ആയുസ്സിൽ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന ഇരട്ട രാജയോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ഇടവമാസത്തിന് തുടക്കമായി. ഈ മാസത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി മാറുന്ന അവസ്ഥയാണ് വന്നു ചേരുന്നത്. കൊല്ലവർഷത്തിലെ 10ാമത്തെ മാസമാണ് ഇടവമാസം. മെയ് 15 മുതൽ ജൂൺ 15 വരെയാണ് ഇടവമാസം വന്നു ചേരുന്നത്. ഈ വരുന്ന ഒരു മാസക്കാലം നിങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ നേട്ടങ്ങളും രാജയോഗവും വന്നു ചേരുന്നു. ഇടവരാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ വലിയ നേട്ടങ്ങളും സമ്മാനിക്കുന്നതാണ്. ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് എന്നതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം സ്വാധീനം കൊണ്ടുവരും. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും പലപ്പോഴും രാജയോഗ സമാനമായ ജീവിതമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇടവമാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പല മാറ്റങ്ങളും രാജയോഗമായി മാറുകയും ചെയ്യും. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ രാജയോഗം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗമാണ് വന്നു ചേരുന്നത്. ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അനുകൂലമായ ദാമ്പത്യ ജീവിതം ഇവരെ തേടി വരികയും ചെയ്യും. കേതു ദശയിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് 3.5 വയസ്സുവരെ കാര്യമായ ഉദരസംബന്ധ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. കൃത്യമായി തലകുറി നോക്കി ബാലാരിഷ്ടതകൾക്ക് പരിഹാരം ചെയ്യാത്ത പക്ഷം ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് തൊഴിൽ നഷ്ടം, ശമ്പളം കുറയൽ, സ്ഥാനക്കയറ്റം ലഭിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഇതിനുള്ള അവസരം വന്നു ചേരും. സാമ്പത്തിക ലാഭം നിങ്ങളെ വളരെയധികം തേടിയെത്തുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനുള്ള വളരെയധികം സൗഭാഗ്യങ്ങളായ നിമിഷങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർ ഏറ്റവും അർഹരായവർക്ക്, പ്രത്യേകിച്ച് രോഗികൾക്ക് ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്താൽ പല രീതിയിലുള്ള ദശാപരീക്ഷണങ്ങൾ മാറിക്കിട്ടും. ചൊവ്വ ശനി ദിവസങ്ങളിലെ ഉപവാസം പ്രതികൂല അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുവാനും ഉപകരിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. പുതുവസ്ത്രവും ആഭരണവും സമ്മാനമായി ലഭിക്കുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്ക് മുന്നോട്ട് തരണം ചെയ്തു പോകുവാനുള്ള അനുകൂലമായ രാജയോഗമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും നീങ്ങി വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് ജീവിതം നയിക്കുവാനുള്ള ശക്തിയും ഊർജവും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി കണ്ണുകൾക്ക് ചെറിയ രോഗമോ അല്ലെങ്കിൽ മുറിവോ ചതവോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്വപ്നതുല്യമായ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. എന്നാൽ യുക്തിപൂർവം മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ നേർബുദ്ധിക്ക് പകരം കൗശല ബുദ്ധി പ്രയോഗിക്കുന്നത് ആത്മഹത്യാപരമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. അല്ലാത്തപക്ഷം അവ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കാലമായിരിക്കും ഇത്. ഈ കാലയളവിൽ സകല സൗഭാഗ്യത്തോടും കൂടി ജീവിക്കുവാൻ സാധിക്കും. ഭരണി നക്ഷത്രക്കാർ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതവും ആചരിക്കുകയും ചെയ്യുക.
നക്ഷത്ര ദിവസം ലക്ഷ്മി പൂജ നടത്തുകയും ചൊവ്വ യുഗ്മരാശിയിൽ നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ഉപവസിച്ച് ഭദ്രകാളി അമ്മയെ തൊഴുകയും ചെയ്യേണ്ടതാണ്. ലക്ഷ്മി നാരായണ ഹോമം നടത്തുന്നത് ജീവിതത്തിൽ വളരെയധികം ഉത്തമമാണ്. തൊഴിൽ അനുസരിച്ച് യന്ത്ര തകിട് ധരിക്കുകയും ശ്രീ സൂക്തം കേൾക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ക്ഷേത്രങ്ങളിൽ നിങ്ങളാൽ കഴിയുന്ന പോലെ വഴിപാടുകൾ നടത്തുക. അർഹത ഉള്ള ആളുകൾക്ക് അന്നദാനം ചെയ്യുക. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ഒരു പിടി അരി, നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം എന്നിവ അന്നദാന സങ്കല്പത്തിൽ മാറ്റിവെച്ച് 18 മാസം തുടർച്ചയായി പക്ക പിറന്നാൾ ദിവസം അത് ഏറ്റവും അർഹരായ ആളുകൾക്ക് ഭക്ഷണ രൂപത്തിൽ ദാനം ചെയ്യുന്നതുവഴി വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കൃത്യമായ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ടാകും. ഒരു തരത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരില്ല. ബിസിനസ്സിൽ വളരെയധികം മുന്നേറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. ഉപരിപഠനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ ശുഭ തീരുമാനം ഉണ്ടാകും. ജൂൺ മാസത്തിനു ശേഷം വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് ഉത്തമമാണ്. ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിത സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട്. ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായി വളരെയധികം മികച്ച നിലയിലായിരിക്കും നിങ്ങൾ. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം സന്തോഷാനുഭവങ്ങൾ ഫലത്തിൽ വന്നു ചേരും. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും അനുകൂല ഫലങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. വീട് പണി പുനരാരംഭിക്കുവാനും കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഏത് അവസ്ഥയിലും നിങ്ങളെ തേടി മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും. ഉത്രം നക്ഷത്രക്കാർക്ക് രാജയോഗപ്രദമാണ് ഈ കാലഘട്ടം എന്നു തന്നെ പറയാം. സംരംഭങ്ങൾക്ക് വേഗത കൂടും അഥവാ വേഗത കൂട്ടണം. തൊഴിൽപരമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്ക് സ്വന്തം സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കും. കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കുകയോ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യും. മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ദീർഘനാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണം ഈ കാലയളവിൽ ഉദ്ദേശിച്ച രീതിയിൽ വളരെയധികം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം പേരും പ്രശസ്തിയും ലഭിക്കുന്ന സമയം കൂടിയാണ്. കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് സന്താന ഭാഗ്യവും വന്നു ചേരും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്കും രാജയോഗ സമ്പന്നമായ ജീവിതമാണ് വന്നു ചേരുന്നത്. വളരെയധികം മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. പലപ്പോഴും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഇടവ മാസത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടാവില്ല. ജീവിതം മാറി മറയുന്ന തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ജീവിതം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മാറുകയും ചെയ്യും. വായുദേവതയായുള്ള ചോതി നക്ഷത്രക്കാർ ദയാശീലരും ധർമ്മിഷ്ഠരും സംഗീതാദി കലകളിൽ വളരെയധികം താല്പര്യമുള്ളവരുമാണ്. ആരെയും അവിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവർ പല പ്രശ്നങ്ങളിലും മധ്യസ്ഥനായി നിന്ന് അംഗീകാരങ്ങൾ നേടുകയും ചെയ്യും. ശാസ്ത്ര വിഷയങ്ങളിലും സാഹിത്യരംഗത്തും ഒരുപോലെ പ്രാവീണ്യമുള്ള ഇക്കൂട്ടർ ആത്മാർത്ഥതയോടെ മഹത്വം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. നന്മയും സത്യസന്ധതയുമുള്ള സ്വഭാവമുള്ള ആളുകളാണ് ഇവർ. ഇവർ കുടുംബത്തിൽ വളരെയധികം വിജയം കൈവരിക്കുന്ന ആളുകളാണ്. എന്ത് ത്യാഗവും സഹിച്ചും സ്നേഹിക്കുന്നവരെ സഹായിക്കുവാൻ കരുത്തു കാട്ടുന്ന ഇവരാണ്. ചോതി നക്ഷത്രക്കാർക്ക് 2024 മെയ് മാസം വളരെയധികം അനുകൂലമാണ്, പ്രത്യേകിച്ചും ധനപരമായി. അതുകൊണ്ട് തന്നെ ആദ്യ പകുതി നേരത്തെ പ്ലാൻ ചെയ്തുവെങ്കിൽ
വേഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നുചേരും. ജേർണലിസ്റ്റുകൾ, സെയിൽസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ അവസരങ്ങൾ സ്ഥാപനത്തിൽ നിന്നു തന്നെ മെച്ചപ്പെട്ട അവസരം ലഭിക്കുകയും ചെയ്യും. ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുവെ വളരെയധികം അനുകൂലമായ സമയമാണ് ഇത്. കലാരംഗത്തും അധ്യാപന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം വിജയത്തിലേക്ക് കുതിക്കുവാൻ കഴിയും. അതിന് പുതിയ ശക്തി ലഭിച്ചതുപോലെ പ്രീതിയുണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ ആവേശം നഷ്ടപ്പെടാതെ പ്രവർത്തിക്കുകയും ചെയ്താൽ വളരെയധികം ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ അലച്ചിൽ അല്പം കൂടുമെങ്കിലും അതിനൊരു സുഖം വന്നു ചേരുന്നതാണ്. കുട്ടികൾ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ നൽകുകയും ചെയ്യും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.